ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളീ പലരും തന്നെ ഫൈറ്റർ ബ്രീഡിങ് ചെയ്ത് നോക്കിയവരായിരിക്കും. പക്ഷേ ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആവും, പക്ഷേ കുഞ്ഞുങ്ങൾ വലുതാകുന്നതിന് മുന്നേ ചത്തുപോകും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്നാന്ന് നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ടങ്ങ് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പേരിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പേരിനെ നോക്കി സെലക്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ലപോലെ നോക്കിയെടുക്കണം, നല്ല പെയറാണോ എന്നൊക്കെ നോക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഫാമിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെയർ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എപ്പോഴും നമ്മൾ ഫാമിൽ നിന്ന് എടുക്കുന്നതാണേലും ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണേലും നോക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷ് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതുപോലുള്ള മീനെ നമ്മൾ നോക്കിയെടുക്കണം. പിന്നെ നമ്മളൊരു പെയറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി ബ്രീഡിങ് ഇടല്. അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ കണ്ടീഷൻ